ഹലോ, നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലക്കാടുള്ള മലമ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് നേരെ ഡാമിലേക്ക് പോവാം. ഡാമിലേക്ക് പോകാനായിട്ട് നമുക്ക് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഐ ലവ് മലമ്പുഴ എന്നൊക്കെ എഴുതിയൊരു പിക്ചറൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. കുറേ ബാഗുകളും അങ്ങനത്തെയൊക്കെ കുറേ കീ ചെയിൻസ് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ മലമ്പുഴ ഡാമിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് റോപ്പിൽ കയറണമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അതിൻ്റെ അകത്ത് കൂടെ കയറാൻ പറ്റുമെന്നാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കൂടെ കയറാൻ പറ്റില്ല. നമ്മൾ സൈഡിൽ കൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. പിന്നെ ആ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അക്വേറിയത്തിൻ്റെയൊക്കെ ഒരു ഫ്രഷ് വാട്ടർ മീനുകളുടെയൊക്കെ ഒരു അക്വേറിയമാണ്. ഞങ്ങളവിടെ കയറിയില്ല. അവിടെ കയറണമെങ്കിൽ എക്സ്ട്രാ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു ഗായ്സ്. കുറേ നടക്കാനുണ്ട്. അതിൻ്റെ ഇപ്പുറക്കൂടെ റോപ്പിൽ കയറണമെങ്കിൽ നമ്മൾ നടന്ന് പിള്ളേരൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടുണ്ടായിരുന്നു. നടന്ന് എത്തിയപ്പോൾ അതേ അപ്പോൾ നമ്മുടെ റോപ്പിൻ്റെ അതിൽ കൂടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോണ കാണാം കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ എത്തി. ഇനി ആ ഈ 18-ാം പടി ഒന്ന് കയറണം. എന്നിട്ടാണ് അവിടെ പോയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ കാണാൻ പറ്റും. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ്. എന്തായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ദേ അതിൻ്റെ അകത്ത് കുറേ ആൾക്കാരൊക്കെ കപ്പിൾസായിട്ടും ഒക്കെ ആയിട്ടുണ്ട്. ദേ ഇത്താത്ത പിന്നെ ഇത്താത്തയുടെ പിള്ളേർ ഒക്കെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം പിള്ളേരൊക്കെ ആയിട്ട് കയറുമ്പോൾ അതിൻ്റേതായൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കയറാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു, ടിക്കറ്റൊക്കെ എടുത്തു. ദേ കയറാൻ പോവുകയാണ്. നല്ല സേക്കുനെ കൊണ്ട് കയറുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കയറി. അതാ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും മലമ്പുഴ വന്നവർ എന്തായാലും ഈ റോപ്പിലൊക്കെ ഒന്ന് കയറണം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ ഫുഡ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിച്ച്. അപ്പോൾ അതേ ഫുഡ് കഴിക്കണത് ഒരു പട്ടി, അതിൽ കൂടെ പോണ പട്ടി. പിന്നെ അതേ അവിടെ ഇന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പട്ടി ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫാറൂഖ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ റോപ്പിൽ കൂടെ ഇനിയും ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. ഞങ്ങളൊരു 5:30 ആ ഒരു ടൈമിലാണ് പോയത്. നല്ലൊരു അതുകൊണ്ട് വെയിലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല രസമുണ്ടായിരുന്നു. കാണാനൊക്കെ ആയാലും നല്ല അടിപൊളിയാണ്. ആ ഡാമിൻ്റെ ഫുള്ളും അതിൻ്റെ അടിയിൽ വെള്ളമൊക്കെ ആയിട്ട് കുളം അങ്ങനെ കുറേ എല്ലാ ഡാമിൻ്റെ ആ ഒരു സംഭവങ്ങളും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങളൊന്ന് കയറി നോക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നിട്ട് ഡാമിൻ്റെ അകത്തേക്ക് കയറി. അവിടെ കുറേ ഇങ്ങനെ നടക്കാനൊക്കെ ഉണ്ട്. സേക്കുന് ഇങ്ങനെ നടക്കണയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. അവനിങ്ങനെ ഓടി ഇങ്ങനെ നടക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെയൊക്കെ ഇത് ഇങ്ങനെ കാണാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് നടന്ന് കാണാനുള്ള സംഭവങ്ങളുണ്ട്. ഒരു ഹാഫ് ഡേ നമുക്ക് നടന്ന് കാണാനും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പാലക്കാട് തന്നെ ഇവിടെ ഒന്ന് വരാം. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കുണ്ട്. പക്ഷേ ഇവിടെ ഞാനിതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇന്നിപ്പോൾ അത്ര പോരാ എന്ന് എനിക്ക് തോന്നി. അന്ന് നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ പിള്ളേരുടെ സെറ്റൊക്കെ ആയാലും കുറച്ച് ഐറ്റംസൊക്കെ നശിച്ചു പോയി. കുറച്ച് ഐറ്റംസൊക്കെയാണ് പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. പക്ഷേ അന്ന് ഞാൻ ഒരു 7-8 കൊല്ലം മുമ്പാണ് വന്നത്. അന്നൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും നല്ല ഗാർഡനൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇതേ കണ്ട ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കോലമൊക്കെ ആയി. പക്ഷേ കുഴപ്പമില്ല, ശരി, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ സേക്കുനെ കൊണ്ട് ഞാൻ പിന്നെ കുറേ കളിപ്പിച്ചൊക്കെ ചെയ്ത് പിന്നെ ഡാമൊക്കെ അവിടെയൊക്കെ ചുറ്റിയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ടാറ്റ, ബൈ ബൈ.